അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കയറ്റമുണ്ട്, അവിടെ ഒന്ന് നിർത്തിക്കുവാണ്. മോളെ നീ ഇവിടെ ഒന്ന് മെല്ലെ നിർത്തിക്കാൻ വേണ്ടി. അപ്പോൾ എപ്പോൾ നിർത്താൻ പറയുമ്പോൾ ഇൻഡിക്കേറ്റർ എന്ത് ചെയ്തേക്കണം, ഇട്ടേക്കണം കേട്ടോ. ബേക്കിലുള്ളവർ നമ്മൾ എന്ത് ചെയ്യണം, അറിയിച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ നിർത്തിയ ജസ്റ്റ് ഞാനൊന്ന് പുറത്തിറങ്ങുവാണ്, എന്നിട്ട് ജസ്റ്റ് നീ നിർത്തിയത് എങ്ങനെയുണ്ടെന്നുള്ള ഒന്ന് നമ്മുടെ മക്കളെ ഒന്ന് പഠിച്ചു വരുന്നവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ നിർത്തിയത് എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ അൾട്ടോയാണ്. ഇപ്പോൾ ഞാനിവിടെ നിർത്താൻ പറഞ്ഞു, എന്നാലും ഓക്കെ എന്താണ് റെഡിയാണ്. അപ്പോൾ നമ്മളെപ്പോൾ നിർത്തുമ്പോൾ മാക്സിമം നമ്മുടെ വണ്ടി കറക്റ്റ് പിന്നെ നമുക്ക് എടുത്തു പോകാൻ മുന്നോട്ട് കറക്റ്റ് റെഡിയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നോക്കണം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഏകദേശം എന്താണ് കറക്റ്റാണ്. അപ്പോൾ ചിലവർ കൊണ്ടുപോയി വെക്കുമ്പോൾ എന്താവും, ചിലപ്പോൾ ചെരിഞ്ഞായിരിക്കും നിൽക്കുക, അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഇതിപ്പോൾ ഏകദേശം എന്താണ് റെഡിയാണ്. എന്നാലും എൻ്റെ കണക്ക് നോക്കിയാൽ ഒരു 100 ചെരുവുണ്ട്, എന്നാലും കുഴപ്പമില്ല, അത് എടുത്തു പോകുമ്പോൾ റെഡിയാവും. ഈ ഒരു ലെവലേ നമ്മൾ അടുപ്പിക്കാവും. ഇനി ഇങ്ങോട്ട് അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടയർ ചിലപ്പോൾ പോയിട്ട് ഈ സൈഡ് ഈ സ്ലാവിൽ പോയിട്ട് എന്ത് ചെയ്യാം, തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു കയറ്റമാണ്. ഫോണിൽ മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണം, ഒന്ന് എടുത്ത് പോകണം. ഓക്കെ മോളെ, ഇന്ന് നമുക്ക് എത്രാമത്തെ ദിവസം അടി? 12ാമത്തെ ദിവസം. നമ്മളൊരു 10 ക്ലാസ്സേ നമ്മുടെ വണ്ടിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് തുടങ്ങുവാണ്. അപ്പോൾ ജസ്റ്റ് കയറ്റത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ബ്രേക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാലെടുത്തൊന്ന് കാണിച്ചു കൊടുത്തേ വണ്ടി ബാക്കോട്ട് പോകണം. ഹാൻഡ് ബ്രേക്ക് ഒന്നും വേണ്ടല്ലോ, ബ്രേക്കിൽ നിന്ന് ജസ്റ്റ് മെല്ലെ ഒന്ന് എടുത്തിട്ട് വണ്ടി ബാക്കോട്ട് പോകണം, അറിയണ്ടല്ലോ. അപ്പോൾ നമ്മളിനി എന്താ ഇവിടുന്ന് ചെയ്യേണ്ടത്, നീ ഒന്ന് പറഞ്ഞ് ചെയ്തൊന്നോ, ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് കേൾക്കാലോ, സമാധാനത്തിന് മതി. പയ്യെ നമ്മൾ ക്ലച്ച് എടുക്കുക, അപ്പോൾ വൈബ്രേഷൻ വരും. ബ്രേക്ക് കാലെടുക്കുക, പുറകോട്ട് പോകുന്നില്ലെങ്കിൽ മുന്നോട്ട് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കുക. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഇവിടെ എത്ര സ്പീഡ് ആക്കേണ്ടി വരും? സെക്കൻഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സാധാ നിരപ്പിന് ചെയ്യണ പോലെ സ്പീഡ് മതിയാവുമോ? അപ്പോൾ ഒന്ന് നീ സ്പീഡ് ഇത് എത്രയായി ഇപ്പം, എത്രയാവണം? ഒന്ന് സെക്കൻഡിലോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇത് കയറ്റം ആയതുകൊണ്ട് നാക്ക് നെക്സ്റ്റ് ഗിയർ ഇട്. ഓക്കെ, ഇപ്പം നമ്മൾ ഇട്ട് വന്നപ്പോൾ നമുക്കൊരു 20 സ്പീഡ് തന്നെ കിട്ടി. നേരെ മറിച്ച് അതവിടെ ഒരു 15 സ്പീഡിൽ സാധാ ലെവലിൽ സ്പീഡാക്കി ഇട്ട് കഴിയുമ്പോഴത്തേന് ക്ലച്ച് കൂട്ടുമ്പോഴത്തേന് ആ 10-15 സ്പീഡ് എന്താവും, 10ൻ്റെ താഴോട്ട് വരും. പിന്നെ സെക്കൻഡിൽ ഇട്ടാൽ കയറുമായിരുന്നോ? അപ്പോൾ നമ്മൾ കയറ്റത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നിരപ്പിന് ചെയ്യണേക്കാൾ ഇച്ചിരിയും കൂടെ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി സ്പീഡായിട്ടും എന്ത് ചെയ്യണം, വണ്ടി സ്പീഡാക്കിയിട്ടും വേണം എന്ത് ചെയ്യാൻ. ഓക്കെ, മനസ്സിലാവുണ്ടോ? ഓക്കെ, കണ്ടിന്യൂ. ഞാനിതൊന്നും പറയില്ല, എൻ്റെ കൊച്ചത് അങ്ങ് ചെയ്ത് പൊക്കോ. ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട്, നമുക്ക് യൂട്യൂബിൽ ഇടാനുള്ളതാണ്. നമുക്ക് 625 സബ്സ്ക്രൈബർ എത്ര ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറോട് താങ്ക് യു പറയുന്നുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ എത്തിയത്. ഇനി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. പിന്നെ ഈ വീഡിയോ ഒക്കെ നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്, പഠിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തോ, വിളിച്ചോ. എനിക്ക് അറിയണ കാര്യം ഞാൻ എന്ത് ചെയ്യും, പറഞ്ഞു തരും. പൊക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം, നമുക്ക് വളവാണ്, തിരിവാണ്, മുന്നോട്ട് നോക്കുവാണ്. ഇപ്പോൾ നമുക്കിവിടെ തേടി പോകാൻ പറ്റുന്ന അവസ്ഥയാണോ പെണ്ണേ? അല്ല, അതങ്ങനെ നിനക്കത് മനസ്സിലാവണം. ഓക്കെ. അപ്പോൾ ഇന്നലെ ഒരു താത്ത വിളിച്ചായിരുന്നു പാലക്കാട് നിന്ന്. മുപ്പത്തേക്ക് ബ്രേക്ക് ചവിട്ടുന്നത് എങ്ങനെയാണ് എന്നൊന്നും ഒരു ഐഡിയ കിട്ടണില്ല. അവർ പോയപ്പോൾ അവരുടെ ചവിട്ടലൊക്കെ അവിടെ ഇരിക്കണവർ ചവിട്ടുന്നത് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വളവ് തിരിഞ്ഞ് നേരെ മുന്നോട്ട് പോയിട്ട് നമുക്ക് ഈ ഇറക്കം ഇറങ്ങുമ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഞാനൊരു സ്ഥലം പറയും, അവിടെ കറക്റ്റ് എൻ്റെ കൊച്ചെന്ത് ചെയ്യണം, ഒന്ന് നിർത്തണം. ഇപ്പോഴല്ല, വണ്ടി പൊക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഇറക്കം ഇറങ്ങുമ്പോൾ നമ്മുടെ കാലം എവിടെ വേണം, ബ്രേക്കിൽ വേണം. നമുക്ക് വണ്ടി ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് നമുക്ക് ആ പള്ളീൻ്റെ മുന്നിൽ കറക്റ്റ് ആ പള്ളീൻ്റെ കുരിശിൻ്റെ അവിടെ ആ പിള്ളേരുടെ സൈൻ ബോർഡിൻ്റെ അവിടെ എന്ത് ചെയ്യണം, നമ്മുടെ വണ്ടി നിർത്തണം. അപ്പോൾ നമ്മൾ നിർത്താൻ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഏത് ഗിയറിലാണ് ഉള്ള വണ്ടി? സെക്കൻഡിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം നീ എന്താ, ക്ലച്ചാണോ ചവിട്ടിയത്, ബ്രേക്കാണോ ചവിട്ടിയത്? ഓക്കെ. എന്നിട്ട് ക്ലച്ച് ഫുള്ള് ചവിട്ടി, ബ്രേക്ക് എന്താക്കി, സോഫ്റ്റായിട്ട് ചവിട്ടി, നമ്മുടെ വണ്ടി എന്ത് ചെയ്തു, നിർത്തി. ഇപ്പം നമ്മൾ മുൻകൂട്ടി സ്ഥലം പറഞ്ഞാണ്. ഓക്കെ, നമ്മുടെ പള്ളീൻ്റെ കുരിശിൻ്റെ അവിടെ നിർത്തണം എന്ന് നമ്മൾ മുൻകൂട്ടി പറഞ്ഞാണ്. ഓക്കെ. നേരെ മറിച്ച് ഒരാൾ മുന്നിലോട്ട് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണോ നിർത്തുക? അപ്പം നമ്മൾ രണ്ടും കൂടെ എന്ത് ചെയ്യണം,